വണക്കം. പാകിസ്ഥാനിൽ നിന്ന് ഒരു വലിയൊരു പ്രസ്താവന പുറത്തു വന്നിട്ടുണ്ട്. അതായത് ഇന്ത്യൻ ഇല്ലീഗലി ഒക്കുപ്പൈഡ് ജമ്മു ആൻഡ് കശ്മീർ. ഇന്ത്യൻ ഇല്ലീഗലി ഒക്കുപ്പൈഡ് ജമ്മു ആൻഡ് കശ്മീർ എന്ന് പാകിസ്ഥാൻ പറയുമ്പോൾ നമ്മൾ എന്താണ് വിചാരിക്കുക? അങ്ങനെ ഒരു ജമ്മു ആൻഡ് കശ്മീർ നമ്മുടെ രാജ്യത്തിന് ഇന്ത്യക്കുണ്ടോ എന്നല്ല നമ്മൾ വിചാരിക്കുക. പക്ഷേ പാകിസ്ഥാൻ പറയുന്നത് ഇപ്പോൾ നമുക്കുള്ള ജമ്മു ആൻഡ് കശ്മീർ അത് ഇന്ത്യ ഇല്ലീഗലായിട്ട് ഒക്കുപ്പൈ ചെയ്തു വച്ചിരിക്കുന്ന ജമ്മു ആൻഡ് കശ്മീറാണ്, അത് ഞങ്ങൾക്ക് വിട്ടുതരണം എന്നാണ് പാകിസ്ഥാൻ പറയുന്നത്. അതുകൊണ്ട് തന്നെ ഇന്ത്യൻ ഇല്ലീഗലി ഒക്കുപ്പൈഡ് ജമ്മു ആൻഡ് കശ്മീർ എന്നാണ് പാകിസ്ഥാനിലെ അലവലാദികൾ ഈ ജമ്മു ആൻഡ് കശ്മീരിനെ വിളിക്കുന്നത്. പിന്നെ ഇവന്മാർ കണ്ടാൽ പഠിക്കില്ല, ഇവന്മാർ കൊണ്ടാലേ പഠിക്കൂ എന്നുള്ളത് കൊണ്ടും സാമ്പത്തികമായി വളരെയധികം ബുദ്ധിമുട്ടുന്നവരായതുകൊണ്ടും പൊത്ത ജട്ടിയാണ് ഇട്ടിരിക്കുന്നു എന്നുള്ളത് കൊണ്ടും ഇവന്മാരുടെ വാക്കുകൾക്ക് നമുക്ക് വലിയ വിലയൊന്നും കൊടുക്കാറില്ല. പാക് അധീന കശ്മീർ വേണമെങ്കിലും സിന്ധ് വേണമെങ്കിലും നമുക്ക് എന്ത് ചെയ്യാം, വളരെ ഈസി ആയിട്ട് പിടിച്ചെടുക്കാം എന്നുള്ള ഒരു നിലയിലാണ് ഇന്ത്യ ഇപ്പോൾ നിൽക്കുന്നത്. അതവിടെ നിന്നോട്ടെ. അപ്പോൾ ഇവന്മാർ നമ്മുടെ ജമ്മു ആൻഡ് കശ്മീർ, അതായത് ഇന്ത്യയുടെ തന്ത്രപ്രധാന മേഖലയായിട്ടുള്ള അല്ലെങ്കിൽ സംസ്ഥാനമായിട്ടുള്ള ജമ്മു ആൻഡ് കശ്മീരിൽ നടത്തുന്ന പല നീക്കങ്ങളും യവന്മാർക്ക് പിടിക്കുന്നില്ല. യവന്മാർക്ക് കുരു അങ്ങ് പൊട്ടിയൊലിക്കുകയാണ്. അതിലൊരു പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത്, നമ്മുടെ ഈ അൽഫല യൂണിവേഴ്സിറ്റിയുമൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് ഡൽഹിയിൽ നടന്ന സ്ഫോടനമൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ ആ സ്ഫോടനവുമായിട്ട് ബന്ധപ്പെട്ട് അന്വേഷണം കശ്മീരിലേക്ക് നീണ്ടു. അതങ്ങനെ വരൂ, അതങ്ങനെ സംഭവിക്കൂ എന്നെല്ലാവർക്കും അറിയാമായിരുന്നു. പിന്നെ അന്വേഷണം കേരളത്തിലേക്ക് കൂടെ നീളും എന്ന് ഞാൻ പ്രതീക്ഷിച്ചിരുന്നു. വന്നു കേരളത്തിലേക്കും. പക്ഷേ അത്ര കൊടുമ്പിരി കൊണ്ട ഒരു സെറ്റപ്പ് കേരളത്തിലില്ലായിരുന്നു എന്നുള്ളത് ആശ്വാസകരമായിട്ടുള്ളൊരു കാര്യമാണ്. എന്തായാലും ഈ ജമ്മു ആൻഡ് കശ്മീരിലേക്ക് ഈ അന്വേഷണം നീണ്ടു. അങ്ങനെ ജമ്മു ആൻഡ് കശ്മീരിൽ അന്വേഷണം നീണ്ട ഈ സമയത്ത് അവിടെ ഒരുപാട് റെയ്ഡുകൾ കേന്ദ്ര സർക്കാർ നടത്തി. ഈ റെയ്ഡുകൾ നടത്തുക എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും പള്ളികളിൽ റെയ്ഡുകൾ നടത്തും. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ കണ്ടുപിടിച്ചു. പള്ളിക്കുള്ളിൽ ഈ ഭീകരന്മാരെയൊക്കെ ഒളിപ്പിച്ച് വെച്ചിരിക്കുന്ന ഒരു സാഹചര്യമൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ അങ്ങനെ കണ്ടുപിടിച്ചു. അങ്ങനെ നടത്തിയ റെയ്ഡുകൾ പാകിസ്ഥാന് പിടിച്ചില്ല. പാകിസ്ഥാൻ എന്ത് ചെയ്തു? പാകിസ്ഥാൻ ഒരു യമണ്ടൻ കുറിപ്പ് അങ്ങോട്ടിറക്കി. ആ യമണ്ടൻ കുറിപ്പിൽ പാകിസ്ഥാൻ പറയുന്ന പ്രധാനപ്പെട്ട കാര്യം, പാകിസ്ഥാൻ കണ്ടംസ് ദ പ്രൊഫൈലിംഗ് ഓഫ് മോസ്ക് ആൻഡ് മോസ്ക് മാനേജ്മെൻറ്റ് കമ്മിറ്റീസ് ഇൻ ഇന്ത്യ ഇല്ലീഗലി ഒക്കുപ്പൈഡ് ജമ്മു ആൻഡ് കാശ്മീർ. അവൻ്റെ മുമ്മയുടെ ഇന്ത്യ ഒക്കുപ്പൈഡ് ജമ്മു ആൻഡ് കാശ്മീരും. ഇതാണ് ആ സംഭവം. പാകിസ്ഥാൻ കണ്ടം ചെയ്യുകയാണ്. അതായത് ഇന്ത്യയിലെ പള്ളികൾ മുഴുവൻ ആക്രമിക്കപ്പെടുകയാണ് എന്നാണ് പാകിസ്ഥാൻ പറയുന്നത്. അത് ഞാൻ വേണമെങ്കിൽ മലയാളത്തിൽ വായിച്ചു തരാം. ഇന്ത്യ നിയമവിരുദ്ധമായി കൈവശപ്പെടുത്തിയ ജമ്മു ആൻഡ് കശ്മീരിലെ പള്ളികളുടെയും പള്ളി മാനേജ്മെൻറ്റ് കമ്മിറ്റികളുടെയും അവിടെ ആക്രമണം നടത്തുന്നത് റിപ്പോർട്ട് ചെയ്തതിനെ പാകിസ്ഥാൻ അപലപിക്കുന്നു. മതപരമായിട്ടുള്ള കാര്യങ്ങളിലേക്കുള്ള ഈ നഗ്നമായിട്ടുള്ള കടന്നുകയറ്റം മതസ്വാതന്ത്ര്യത്തിനും വിശ്വാസത്തിനുമുള്ള മൗലികാവകാശത്തിൻ്റെ ഗുരുതരമായിട്ടുള്ള ലംഘനമാണ്. കൂടാതെ അധിനിവേശ പ്രദേശത്തെ മുസ്ലിം ജനതയെ ഭീഷണിപ്പെടുത്താനും പാർശ്വവൽക്കരിക്കാനുമുള്ള മറ്റൊരു നിർബന്ധിത ശ്രമത്തെ പ്രതിഫലിപ്പിക്കുന്നു. മതപ്രവർത്തകരുടെ വ്യക്തിപരമായിട്ടുള്ള വിവരങ്ങൾ, ഫോട്ടോഗ്രാഫുകൾ, വിഭാഗീയ ബന്ധങ്ങൾ എന്നിവ ബലമായി ശേഖരിക്കുന്നത് ആസൂത്രിതമായ പീഡനത്തിന് തുല്യമാണ്. അത് വിശ്വാസികളിൽ ഭയം വളർത്താനും അവരുടെ വിശ്വാസത്തിൻ്റെ സ്വതന്ത്രമായിട്ടുള്ള പ്രയോഗത്തെ തടസ്സപ്പെടുത്താനും ലക്ഷ്യമിടുന്നു എന്നാണ് ഈ വേട്ടാവളിയം പറയുന്നത്. അതിനകത്ത് കൃത്യമായിട്ട് എഴുതിയിട്ടുണ്ട് വിഭാഗീയ ബന്ധങ്ങൾ. ആ വിഭാഗീയ ബന്ധങ്ങളുടെയൊക്കെ ഇത് ശേഖരിക്കുന്നത് മതപ്രവർത്തനം, അതായത് പള്ളി എന്ന് പറയുന്നത് ഒരു ഡിവൈനായിട്ടുള്ളൊരു പ്ലേസാണ്. അപ്പോൾ അവിടെ ഇത്തരത്തിലുള്ള കാര്യങ്ങളൊന്നും നടത്താൻ പാടില്ല, അതിനകത്ത് കയറാൻ പാടില്ല എന്നാണ് പാകിസ്ഥാൻ പറയുന്നത്. ലോകരാജ്യങ്ങൾക്ക് മുമ്പിൽ ഇതൊക്കെ എടുത്ത് മുന്നിലോട്ട് വയ്ക്കുക, അവന്മാർ പട്ടിയുടെ വില കൊടുത്തിട്ട് സൈഡിലോട്ട് മാറിയിടാന്ന് പറയും. പക്ഷേ വിഷയം അതൊന്നുമല്ല. വിഷയം എന്ന് പറഞ്ഞാൽ ഇത് പുറത്ത് വന്നതിന് പിന്നാലെ അറിയാമല്ലോ, നമ്മളും ബലൂചിസ്ഥാനും തമ്മിൽ ഭയങ്കര ടൈപ്പാണ്. പക്ഷേ നമ്മളത് പുറത്ത് പറയത്തില്ല. ബലൂചിസ്ഥാൻ എന്ത് പറഞ്ഞാലും നമ്മൾ മിണ്ടത്തുമില്ല. അതൊക്കെ പാകിസ്ഥാൻ്റെ ആഭ്യന്തര വിഷയങ്ങൾ, നമ്മളതിൽ എന്ത് ചെയ്യാനാണ് എന്നുള്ളൊരു നിലപാടാണ് ഇന്ത്യ എപ്പോഴും എടുക്കുന്നത്. പക്ഷേ ബലൂചിസ്ഥാൻ നേതാക്കന്മാർ ഇടയ്ക്കിടയ്ക്ക് ഇന്ത്യക്ക് കത്ത് തന്നുകൊണ്ടേയിരിക്കും. നമുക്ക് ഒരുമിക്കണം, നമുക്ക് അവനെ അടിച്ച് ചുരുട്ടണം, അവൻ്റെ അണ്ട വലിച്ച് കീറണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട്. അപ്പോൾ അവിടെയുള്ളൊരു നേതാവാണ് മിർ യാർ ബലൂച്ച് എന്ന് പറയുന്ന നേതാവ്. അയാൾ കുറച്ച് റിപ്പോർട്ടുകൾ എടുത്ത് അങ്ങ് പുറത്തു വിട്ടു. ആ റിപ്പോർട്ടുകൾ കണ്ടപ്പോൾ സത്യം പറഞ്ഞാൽ ലോകം തന്നെ ഞെട്ടിപ്പോയി എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. കേരളത്തിലെ സുഡാപ്പികൾ അവന്മാരി ഞെട്ടാനുള്ള സാധ്യതയൊന്നുമില്ല. കാരണം ഗാസയിൽ എന്തെങ്കിലും നടന്നാലേ യവന്മാരി ഞെട്ടും. ഗാസയിൽ ഒരു കുട്ടി മരിച്ചാലോ അല്ലെങ്കിൽ ഒരു കുട്ടി മരിക്കുന്നതിൻ്റെ AI ജനറേറ്റഡ് വിഷ്വൽ വന്നാലും മതി, യവന്മാരി ഞെട്ടിത്തരിച്ച് പൊട്ടിത്തെറിക്കും. മറ്റേ കഴുത്തിൽ മറ്റേ കൈലിമുണ്ടൊക്കെ എടുത്ത് ചുറ്റി ഇങ്ങനെ വന്ന് പേരൊക്കെ വായിക്കുന്ന ഒരു സെറ്റപ്പൊക്കെ ഉണ്ടായിരുന്നല്ലോ. പക്ഷേ ഇറാനിൽ 12,000 പേര് ഇതിനോടകം തന്നെ മരിച്ചു കഴിഞ്ഞു. എടാ, ഒരു മെഴുതിരി കത്തിക്കണ്ട, ഒരു മണ്ണെണ്ണ വിളക്കെങ്കിലും കത്തിച്ചടാ, ഒരു ചിമ്മിനീരെ മൂട്ടിലെങ്കിലും പോയിരുന്ന് പ്രതിഷേധിച്ചടാ എന്നാണ് നാട്ടുകാർ മൊത്തം പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അത് പറ്റില്ല, അത് കൊല്ലുന്നത് നമ്മുടെ ആൾക്കാരാണ്. അതുകൊണ്ട് നമുക്ക് ഞഹി എന്ന് പറഞ്ഞാൽ ഞഹി എന്നുള്ള നിലപാടാണ് ഇവരെടുക്കുന്നത്. ഇപ്പോഴിതാ ബലൂചിസ്ഥാനിൽ നിന്ന് ഒരു റിപ്പോർട്ട് വരുന്നു. മിർ യാർ ബലൂച്ച് ഇത് ഉയർത്തിക്കാട്ടിക്കൊണ്ട്, അതായത് പാകിസ്ഥാൻ മറ്റേ ഇന്ത്യയിലെ കശ്മീരിൽ പള്ളികളിൽ കയറി വലിയ സെറ്റപ്പ് നടത്തുന്നു, ഇന്ത്യ റെയ്ഡ് നടത്തുന്നു എന്നുള്ള പാകിസ്ഥാൻ്റെ ആ ഭീമാകാരമായിട്ടുള്ളൊരു അപലപിച്ച ഒരു റിപ്പോർട്ടുണ്ടല്ലോ, അത് പൊക്കി കാണിച്ചുകൊണ്ട് മിർ യാർ ബലൂച്ച് എന്ന് പറയുന്നത്
പറയുന്ന നേതാവ് പറയുന്നത് നിങ്ങോട്ട് നോക്കടാ, ഇത്രയും നാൾ ബലൂചിസ്ഥാനിൽ പാകിസ്ഥാൻ വ്യോമാക്രമണം നടത്തി 40-ലേറെ പള്ളികളാണ് പാകിസ്ഥാൻ തകർത്തിരിക്കുന്നത്, ബലൂചിസ്ഥാനിൽ പാകിസ്ഥാൻ തകർത്തിരിക്കുന്നത് എന്നാണ് മിർ യാർ ബലൂച്ച് പറയുന്നത്. പക്ഷേ ഇതൊന്നും പുറം ലോകം അറിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് പാകിസ്ഥാൻ്റെ ഏറ്റവും വലിയ തന്ത്രം എന്നും ബലൂചിസ്ഥാൻ നേതാവ് മിർ യാർ ബലൂച്ച് പറയുന്നു. അദ്ദേഹം പറയുന്നത് ബലൂചിസ്ഥാൻ്റെ സ്വാതന്ത്ര്യത്തിനായിട്ട് പോരാടുന്ന നേതാവാണ് മിർ യാർ ബലൂച്ച് എന്ന് നമുക്കറിയാലോ. അപ്പോൾ പാകിസ്ഥാനെ ഭീകര രാഷ്ട്രമായിട്ടാണ് അയാൾ പറയുന്നത് ഭീകര രാജ്യമാണെന്നും ഹിന്ദു, സിഖ്, ക്രിസ്ത്യൻ ഇവരെല്ലാവരും തന്നെ അവിടെ അതിഭീകരമായിട്ട് പീഡനം അനുഭവിക്കുകയാണ് എന്നാണ് പറയുന്നത്. എക്സിലാണ് ഇത് പറഞ്ഞിരിക്കുന്നത്. ന്യൂനപക്ഷങ്ങൾ സ്വന്തം രാജ്യത്ത് സുരക്ഷിതരല്ല, അതിനാൽ ഇന്ത്യ ഉൾപ്പെടെയുള്ള രാജ്യങ്ങളിലെ ന്യൂനപക്ഷങ്ങളുടെ അവകാശത്തെക്കുറിച്ച് സംസാരിക്കാൻ നിനക്കൊക്കെ എന്താണ് അധികാരം എന്നും ഇയാൾ ചോദിക്കുന്നുണ്ട്. പോരാത്തതിന് തീവ്രവാദത്തെ, അതായത് പാകിസ്ഥാൻ്റെ സ്വന്തം സൈന്യം തീവ്രവാദികളെയും ജിഹാദികളെയും ഉപയോഗിച്ച് ഇവിടെയുള്ള ഹിന്ദുക്കളെ അടിച്ചമർത്തിക്കൊണ്ടിരിക്കുകയാണ്. സ്വതന്ത്ര ബലൂചിസ്ഥാനിൽ പാകിസ്ഥാൻ 40ഓളം പള്ളികൾ തകർത്തുവെന്നും പാകിസ്ഥാൻ സൈന്യവും പോലീസും സർക്കാരും ചേർന്ന് പള്ളികളിൽ നേരിട്ടുള്ള ബോംബാക്രമണം നടത്തിയെന്നും പള്ളി നടത്തിപ്പുകാരെ തട്ടിക്കൊണ്ടുപോയെന്നും ഖുർആൻ അടക്കം കത്തിക്കുക എന്നിങ്ങനെയുള്ള ഹീനമായ പ്രവർത്തനങ്ങൾ ഇവിടെ ബലൂചിസ്ഥാനിൽ നടത്തുന്നുണ്ട് എന്നാണ് മിർ യാർ ബലൂച്ച് പറഞ്ഞിരിക്കുന്നത്. ജമ്മു കാശ്മീരിലെ സർക്കാർ പള്ളികൾ, മാനേജ്മെൻറ്റ് കമ്മിറ്റികൾ, ഇമാമുമാർ തുടങ്ങിയവയെക്കുറിച്ചുള്ള വിവരങ്ങൾ ശേഖരിക്കുന്നതിനായി ഒരു പ്രൊഫൈലിംഗ് നടക്കുന്നുണ്ട്. പാകിസ്ഥാൻ വിദേശകാര്യ മന്ത്രാലയം ഇതിനെ എതിർക്കുകയും പ്രക്രിയയെ വിമർശിക്കുകയും ചെയ്തൊരു സാഹചര്യത്തിലാണ് മിർ യാർ ബലൂച്ച് ഇത് പറഞ്ഞുകൊണ്ട് രംഗത്തെത്തിയിരിക്കുന്നത്. എന്തായാലും മിർ യാർ ബലൂച്ച് പറഞ്ഞ വേറൊരു കാര്യം കൊണ്ടുണ്ട്. ഇതാണ് ആ കാര്യം എന്ന് പറയുന്നത്. കണ്ടോ, അയാളൊരു വിഷ്വൽ കൂടെ പുറത്ത് വിട്ടിട്ടുണ്ട്. ആ വിഷ്വൽ എന്ന് പറയുന്നത് കുറേ നാരീരത്നങ്ങൾ ക്യാബറേ ഡാൻസ് കളിക്കുന്ന വിഷ്വലാണ്. എന്നിട്ട് അദ്ദേഹം പറയുന്നു, പാകിസ്ഥാൻ ഷെഡ്സ് ക്രോക്കഡൈൽ ടീയേഴ്സ് അബൌട്ട് ദ മോസ്ക്സ് ഇൻ ഭാരത് ബട്ട് ഇറ്റ് അലൗസ് പ്രോസ്റ്റിറ്റ്യൂട്ട് സെൻറ്റേഴ്സ് ടേക്സ് ടാക്സ് ഫ്രം ദം ടു റൺ ദെയർ മിലിറ്ററി എക്സ്പെൻഡിച്ചർ ആൻഡ് സ്റ്റേറ്റ്. അയ്യോ, അതായത് അതിൻ്റെ മലയാളം പറഞ്ഞു കഴിഞ്ഞാൽ, ഭാരതത്തിലെ പള്ളികളെക്കുറിച്ച് പാകിസ്ഥാൻ മുതലക്കണ്ണീർ പൊഴിക്കുന്നു. പക്ഷേ പാകിസ്ഥാൻ എന്താണ് ചെയ്യുന്നത്? സ്വന്തം പള്ളികൾ വേശ്യാവൃത്തി കേന്ദ്രങ്ങളായി മാറ്റുന്നു, അല്ലെങ്കിൽ അതിന് അനുമതി നൽകുന്നു. എന്നിട്ട് അതിൽ നിന്ന് കിട്ടുന്ന പൈസ എടുത്ത് സൈനിക ചെലവുകൾ നടത്തുന്നു എന്നാണ് മിർ യാർ ബലൂച്ച് പറയുന്നത്. ഒരു വിഷ്വലും അയാൾ പുറത്തു വിട്ടിട്ടുണ്ട്. അതായത് പള്ളികൾ വേശ്യാവൃത്തികളാക്കാനുള്ള അനുമതി നൽകുന്നു എന്നുള്ളതാണ് പറയുന്നത്. പിന്നെ അദ്ദേഹം പറയുന്ന വേറൊരു കാര്യം, ഹിന്ദുക്കളെയും മറ്റ് ന്യൂനപക്ഷങ്ങളെയും അടിച്ചമർത്താനും ഭീഷണിപ്പെടുത്താനും സൈന്യം മതപരവും ജിഹാദിപരവുമായിട്ടുള്ള തീവ്രവാദി പ്രവർത്തനങ്ങളെ ഒരു ഉപകരണമായി ഉപയോഗിക്കുമ്പോൾ ഭാരതം, ബലൂചിസ്ഥാൻ, അഫ്ഗാനിസ്ഥാൻ തുടങ്ങിയ രാജ്യങ്ങൾക്ക് ന്യൂനപക്ഷ അവകാശങ്ങളെക്കുറിച്ച് പഠിപ്പിക്കാൻ പാകിസ്ഥാന് എന്താണ് അവകാശമെന്നും ചോദിച്ചു. പാകിസ്ഥാൻ്റെ ബാഹ്യശക്തികൾ ബലൂചിസ്ഥാൻ റിപ്പബ്ലിക്കിൽ ഏകദേശം 40 പള്ളികൾ നശിപ്പിച്ചു. അതിൽ പള്ളികൾ നേരിട്ട് ബോംബാക്രമണം, ഖുർആൻ കത്തിക്കൽ, പള്ളി മേധാവികളെ തട്ടിക്കൊണ്ടുപോകൽ എന്നിവ നടത്തി. അയൽ രാജ്യമായ പാകിസ്ഥാൻ്റെ അധിനിവേശ സൈന്യം അവരുടെ ടാങ്കുകൾ ഉപയോഗിച്ച് വെടിയുതിർക്കുകയും സാധാരണക്കാരുടെ നേരെ പീരങ്കികൾ, ഷെല്ലുകൾ പ്രയോഗിക്കുകയും ചെയ്തപ്പോൾ ബലൂചിസ്ഥാൻ റിപ്പബ്ലിക്കിൻ്റെ ഭരണാധികാരിയുടെ പള്ളിയായ കാലത്ത് ഖാൻ്റെ പള്ളിയായിരുന്നു ആദ്യത്തെ ഇര. പാകിസ്ഥാൻ്റെ ക്രൂരതകൾക്കും അധിനിവേശങ്ങൾക്കും ഇസ്ലാമിക വിരുദ്ധ പെരുമാറ്റത്തിനും തെളിവായി കലാത്ത് ഖാൻ്റെ പള്ളിയിൽ നിന്ന് ഇപ്പോഴും മോട്ടാർ ഷെല്ലുകളുടെ ആ ഒരു ഇത് കിട്ടാറുണ്ട് എന്നാണ് ഇപ്പോൾ മിർ യാർ ബലൂച്ച് പറയുന്നത്. എന്തായാലും പാകിസ്ഥാൻ വല്ല കാര്യമുണ്ട്. ഇതാണ് നമ്മൾ ചുണ്ടങ്ങ കൊടുത്ത് വഴുതനങ്ങ വാങ്ങിക്കുക എന്ന് പറയുന്നത്. പാകിസ്ഥാൻ ഒളിച്ചു വെച്ചിരുന്നൊരു സാധനമുണ്ട്, ബലൂചിസ്ഥാനിലെ പള്ളികൾ തകർക്കുന്നതും. ഇപ്പോൾ പള്ളികൾ തകർത്ത വിഷയം മാത്രമല്ല പുറത്തു വരുന്നത്, പള്ളിക്കകത്ത് ക്യാമറ നടത്തുന്ന വിഷയം കൂടെ ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട് എന്നുള്ളതാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം. അപ്പോൾ ശരി.